ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമതാവളങ്ങളിലൊന്നാണ് ആദംപൂർ വ്യോമതാവളം എന്ന് പറയുന്നത്. ഈ ആദംപൂർ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് സൈനികർക്ക് രാജ്യത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ ആദംപൂർ സൈനിക കേന്ദ്രത്തിൽ അല്ലെങ്കിൽ വ്യോമതാവളത്തിൽ നേരിട്ട് എത്തിയിരിക്കുന്നത്. പഞ്ചാബിലാണ് ആദംപൂർ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിലും അതേ തുടർന്നുണ്ടായ സംഘർഷത്തിലും ഏറ്റവും വലിയ പങ്ക് വഹിച്ച വ്യോമതാവളങ്ങളിലൊന്നായിരിക്കാം ഈ ആദംപൂർ വ്യോമതാവളം. ഇവിടെ പ്രധാനമന്ത്രി എത്തുകയും അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വ്യോമസേന ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സൈനികരെ ഒക്കെ അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എത്രമാത്രം നമ്മുടെ സൈന്യത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്ന് കൃത്യമായും വരച്ചു കാട്ടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ചുറ്റുമായിട്ട് നമ്മുടെ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും നിൽക്കുന്നത് കാണാം. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം നമ്മൾ വലിയൊരു വിജയം നേടിയിട്ട് നിൽക്കുകയാണ്. പാകിസ്ഥാന്റെ 9ഓളം വരുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ, അതിൽ തന്നെ കൊടും ഭീകരരായിട്ടുള്ളവരെ, ഒപ്പം തന്നെ പാകിസ്ഥാന്റെ 11ഓളം വരുന്ന വ്യോമതാവളങ്ങളും സൈനിക താവളങ്ങളും ഉൾപ്പെടെ അതുക്കും മേലെ, നമുക്കത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് പറയുന്നില്ല, അതുക്കും മേലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന് മേൽ നടത്താൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അൺനോൺ സോഴ്സുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവരുടെ ഒരു ആണവ കേന്ദ്രത്തിൽ പോലും ചോർച്ചയുണ്ടായിരിക്കുകയാണ്. ആണവായുധ സംഭരണശാലയിൽ പോലും ചോർച്ചയുണ്ടായിരിക്കുന്നു. അപ്പോൾ എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം ഒരു കനത്ത ആഘാതമാണ് അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ചൈന, തുർക്കി പോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് സാധിച്ചു. കാരണം ഈ രാജ്യങ്ങളുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത്. ഈ ആദംപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുമ്പോൾ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം പാകിസ്ഥാൻ പറഞ്ഞത് ഈ ഒരു നമ്മുടെ വ്യോമതാവളത്തിൽ ഉണ്ടായിരുന്ന S-400 JF-17 എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിത യുദ്ധവിമാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈലുകൾ, ആലോചിച്ച് നോക്കണം, ഹൈപ്പർസോണിക് മിസൈലൊക്കെ അവർ കണ്ടിട്ടുണ്ടോ എന്തോ. എന്തായാലും ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഉപയോഗിച്ച് തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. ഒന്നാമത് ഇവർക്ക് സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് ഒക്കെ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുമോ എന്ന് സംശയമാണ്. അമ്മാതിരിയാണ് അവരുടെ ഈ പട്ടാളക്കാർ വന്നിരുന്ന് വാർത്താ സമ്മേളനത്തിൽ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. അതെന്തോ ആട്ടെ, എന്തായാലും ഹൈപ്പർസോണിക് ഉപയോഗിച്ച് തകർത്തു എന്നൊക്കെയാണ് അവകാശപ്പെട്ടത്. എന്തായാലും ഇതെല്ലാം തന്നെ വ്യാജ ആരോപണമാണ് എന്ന് നേരത്തെ തന്നെ ഇന്ത്യ തെളിവ് സഹിതം ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് ആദംപൂരിലെ നമ്മുടെ വ്യോമതാവളത്തിൽ എത്തുകയും നമ്മുടെ സൈനികരെ കാണുകയും അവരോടൊപ്പം ഫോട്ടോസ് എടുക്കുകയും സന്തോഷം പങ്കിടുകയും വിജയം പങ്കിടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേന വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വ്യോമസേനയുടെ പങ്ക് എടുത്തു പറയണം. വലിയൊരു നേട്ടം അല്ലെങ്കിൽ വലിയ അഭിമാനാർഹമായ ഒരു വിജയം രാജ്യത്തിന് 3 സേനകളുടെയും ഏകോപനത്തോടെയുള്ള പ്രവർത്തനം കാരണം ലഭ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയത്. കാരണം ഇങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് സാധാരണ സൈനികരെ പോലും കാണുമ്പോൾ, സാധാരണ നമുക്കറിയാം പ്രധാനമന്ത്രിമാർ കാണുന്നത് ഹയർ ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ്, ഏറ്റവും ടോപ്പ് ലെവലിലെ ഉദ്യോഗസ്ഥരെയാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം സാധാരണ ദീപാവലി സമയങ്ങളിൽ സൈനിക ക്യാമ്പുകൾ സന്ദർശിക്കുകയും സൈനികരോടൊപ്പം മധുരം പങ്കിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എപ്പോഴും സൈനികരുടെ കൂടെ നിന്ന് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴും അദ്ദേഹം വലിയൊരു നേട്ടത്തിന് ശേഷം നമ്മുടെ ജവാന്മാരെ, നമ്മുടെ സൈനികരെ വ്യോമതാവളത്തിലെത്തി കാണുകയും അവരോടൊപ്പം സമയം ചെലവിടുകയും ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണകൂടം, പ്രധാനമന്ത്രി നമ്മുടെ സൈനികർക്കൊപ്പമുണ്ട്. സൈനികർക്ക് നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ, പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഗവൺമെന്റ് തലത്തിൽ പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. പിന്നീടുള്ള തീരുമാനങ്ങളെല്ലാം സൈന്യത്തിൻ്റെതായിരുന്നു. പ്രധാനമന്ത്രി എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിച്ച് ഉറങ്ങാതെ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ സൈന്യം ഒരു വലിയ വിജയം നമുക്ക് നേടിത്തരുമ്പോൾ അവരെ നേരിട്ടെത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.